ഇത്രയും നേരം കൊണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചേ? ഓ, ഇന്നലത്തെ കാര്യം ഓർമ്മിപ്പിക്കല്ലേ. നാട്ടുകാര്, ഫയർ പോലീസ്, ആൾക്കാരായി ബഹളായി. ഓ, എനിക്ക് ഇന്നത്തെ കാര്യം ചിന്തിക്കാൻ തന്നെ ആയില്ല. ഇന്ന് നിങ്ങൾ ചിന്തിക്കാണ്ട് അവിടെ കുത്തിരിക്കട്ടോ. ഞാനിപ്പോ അങ്ങോട്ടേക്ക് വടിയായിട്ട് വരാം. പെട്ടല്ലേശ്വരാ, ഇനി അടുത്ത നേരത്തേക്ക് എന്തൊക്കെ സംഭവിക്കുന്നത് ദൈവത്തിനെ അറിയൂ. എടി, നമുക്ക് രണ്ടാൾക്ക് എന്തായാലും നിന്റെ ചേച്ചിയോട് അടിയിട്ടു. കിട്ടാത്ത ഒരാളെയല്ലേ, അന്നേരം തന്നെ തല കറങ്ങി വീണില്ലേ. നമുക്കും തല കറങ്ങി വീഴുന്നോണ്ട് അങ്ങോട്ട് അഭിനയിച്ചാതിയായിരുന്നു. ഈ പറയുന്നതൊക്കെ വെച്ച് നോക്കുമ്പോ ശരി തന്നെ. എനിക്ക് ടെൻഷനാണ്, കാലൊക്കെ വിറയ്ക്കുന്നു. നിങ്ങൾക്കാരും ടെൻഷൻ വരത്തില്ല? ടെൻഷൻ വരത്തേയില്ല. ഉളുപ്പ് കെട്ടുപോയതല്ലേ. രണ്ടിന്റെ ഇരിപ്പ് വേണം എല്ലാം ചെയ്തിട്ട്. നീ എത്രയല്ല? 8th. ബലാപേഷ് അവർക്ക് രണ്ടെണ്ണത്തിന് പടിയിട്ട് കാണും. ആശാത്തിയെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇയാളോടാ ഞാൻ പറയാനുള്ളത്. എനിക്ക് എന്താ ഇവിടെ ചെയ്തെന്ന് ഒന്ന് അറിയണം. സംഭവിച്ചത് എന്താന്ന് ഒന്ന് തുറന്നു പറഞ്ഞേ. ചേച്ചി ഞാൻ പറയാം. വേണ്ട, ഞാൻ പറഞ്ഞോളാം. രണ്ടാളും പറയണ്ട, ഞാൻ പറഞ്ഞോളാം. ഞാൻ പറഞ്ഞോളാം. കൂടുതൽ ഏറ്റവും മൂത്ത ഞാനല്ലേ, ഞാൻ പറഞ്ഞോളാം. രണ്ടാളും പറയണ്ട, ഞാൻ പറഞ്ഞോളാം. ചേച്ചി സംഭവിച്ചതെന്ന് വെച്ചാലേ, ചേച്ചി വരാൻ നേരം വയ്ക്കൊണ്ട് ഞങ്ങൾക്ക് 3 പേർക്കും വിശക്കാൻ തുടങ്ങി. അന്നേരം ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാൻ വിചാരിച്ച്. ദേവു ചോറുണ്ടാക്കി, ഞാൻ തക്കാളി കറി ഉണ്ടാക്കി, മാളവിക പുളിശ്ശേരി ഉണ്ടാക്കി. ഓ, അപ്പൊ ഇയാൾക്ക് പുളിശ്ശേരി ഒക്കെ ഉണ്ടാക്കാൻ അറിയാലേ. ഇന്നിട്ടാ എന്തായാലും കഴിഞ്ഞ അതവിടെ നിൽക്കട്ടെ.